ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ലൊരു മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയും നല്ല മഴയായിരുന്നു. ഇപ്പോൾ രാവിലേക്കും അത് മാറിയിട്ടില്ല, അതൊരു ചാറ്റൽ മഴ പോലെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അടുപ്പിച്ച് മഴയൊക്കെ പെയ്ത കാരണം പറമ്പിലൊക്കെ അത്യാവശ്യത്തിനൊക്കെ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കും അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരു മിക്ക സ്ഥലത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെയും നല്ല മഴ പെയ്യുകയാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ വർക്കിംഗ് ഡേ ആണ്, കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ പണികളൊക്കെ തീർക്കണമല്ലോ. അപ്പോൾ ചോറും കറികളും ഒക്കെ വെക്കാനുള്ള പരിപാടിയാണ്. പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ 2 ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് 2 ദിവസമൊക്കെ വൈകി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ഒരു കല്യാണം, അങ്ങനെ കുറച്ച് ഒരു സ്ഥലത്തേക്ക് പോകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് 2 ദിവസം ഗ്യാപ്പൊക്കെ വന്ന്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ പയറാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള നീളത്തിലുള്ള പയറാണ് കേട്ടോ. നല്ല ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. ഒരു പച്ചപ്പയർ. അപ്പോൾ അത്യാവശ്യം നല്ല നീളത്തിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇത്തിരി തേങ്ങയൊക്കെ ചെറിയതൊക്കെ ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മറ്റേ ചെറിയ പയറിനെക്കാട്ടും എനിക്കിഷ്ടം ഈ വലിയ പയർ തന്നെയാണ്. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കട്ടിംഗ് ബോർഡ് ഞാനൊന്ന് പുതിയത് മേടിച്ചു. നമ്മുടെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഴകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് വേറെ മേടിച്ചു. പക്ഷേ ഞാൻ അത് ഓർമ്മയില്ലാതെ വീണ്ടും പഴയ തന്നെയാണ് എടുത്തത്. അപ്പോൾ പിന്നെ എന്നാലും ഇതുമ്പോൾ തന്നെ അങ്ങോട്ട് അരിയാൻ വിചാരിച്ചു. നമുക്ക് പുതിയതൊന്ന് കിട്ടുമ്പോൾ നമ്മൾ പഴയതിനെ മറക്കരുതല്ലോ. അപ്പോൾ ഞാൻ അതുമ്പോൾ തന്നെ വെച്ചിട്ട് അങ്ങോട്ട് അരിഞ്ഞിട്ട് നമ്മുടെ പയറൊക്കെ കണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കൂടുതൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 നേരത്തേക്കൊക്കെ വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കിയാൽ ഇതിവിടെ നല്ലോണം ചിലവാകും കേട്ടോ. പിന്നെ ആരോന്ന് ചോദിച്ചോ, നമ്മൾ വേവിക്കുന്ന ടൈമിലൊക്കെ നമ്മൾ അതിലേക്ക് ഇടുന്നതും കാണാം. പിന്നെ അടുത്ത ട്രിപ്പിൽ തന്നെ അത് വെന്തിട്ട് നല്ല പാകമായി എന്ന് പറയുന്നതും കാണാം. അപ്പോൾ അതേപോലെ ഇപ്പോൾ നമ്മളിത് പയർ അരിയണതും കണ്ടു നേരെ കൊണ്ടുപോയിട്ട് ചീഞ്ചട്ടിയിൽ ഇട്ടതല്ല കേട്ടോ. നമ്മളത് കഴുകുകയൊക്കെ ചെയ്തിട്ടുണ്ട്, വേറെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് ഇങ്ങനെ എടുത്ത് വരുമ്പോൾ നമുക്കത് ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ പകുതി കട്ട് ചെയ്തിട്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ കഴുകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പേരിയും അങ്ങനെ നമ്മൾ ചീഞ്ചട്ടിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സോയാബീന് അതുപോലെ വറുത്തെടുത്തത് അവർക്ക് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്, 2 പേരും കൊണ്ടുപോകും. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അയിലയാണ് കിട്ടിയത്. അപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ട് പണികളൊക്കെ തീർത്തൽ വെറുതെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ അയില കൊടുന്ന് നോക്കുമ്പോൾ അതും അത് നന്നാക്കി കായൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം പിടിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കറികളും ഒക്കെ റെഡി ആവുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളെ ഉച്ചത്തെ പരിപാടികളൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പോൾ വൈകുന്നേരം ഒരു ടൈം ഒരു 4:30 4:45 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ചായയുടെ പരിപാടിയിലാണ്. അപ്പോൾ നിത്തു ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ണനാണെങ്കിൽ വന്നിട്ടില്ലേ, വരാനാവണുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ ചായ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ പാൽ ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നല്ല മഴയും അതുപോലെ കാറ്റും ഒക്കെ ഇപ്പോഴും ഒരു മൂടി കെട്ടിയൊരു അന്തരീക്ഷം തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു പൊരിക്കടിയൊക്കെ കഴിക്കാനൊരു ഇഷ്ടമൊക്കെ തോന്നുമല്ലോ. അപ്പോൾ നമുക്കും അങ്ങനെ നല്ലൊരു ചൂട് ചായയും ഒരു നല്ലൊരു പഴംപൊരി, നല്ലൊരു പരിപ്പ് വട അതൊക്കെ കഴിക്കാൻ, നല്ലൊരു പഴംപൊരി നല്ല പഴംപൊരി അതൊക്കെ കഴിക്കാൻ നമുക്കൊരു ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആൾ കൊണ്ടു തന്നു. അപ്പോൾ നല്ല ചൂട് ചായയും ഒക്കെ കൂടിയിട്ട് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പരിപ്പ് വടയും കിട്ടിയിട്ടുണ്ട്, പഴംപൊരിയും കിട്ടിയിട്ടുണ്ട്. പരിപ്പ് വടയും നല്ല ഒരു രസമാണ്, നല്ല എരിവോട് കൂടിയിട്ട് നമുക്ക് ഇങ്ങനെ കാറ്റും കൊണ്ടിട്ട് മരത്തൊക്കെ ഇരുന്നിട്ട് കുടിക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ് കേട്ടോ. അപ്പോൾ പഴംപൊരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേവറേറ്റാണ്. എത്ര പൊരിക്കടികൾ നിരത്തി വെച്ചാൽ ഇതിൽ ഏതാണ് എടുക്കുകയെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പോയിട്ട് എടുക്കുക പഴംപൊരി ആയിരിക്കും കേട്ടോ. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒന്നാണ് പഴംപൊരി. അപ്പോൾ അത് ഇന്നോ ഇന്നലെ ഉള്ളതല്ല, നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഉള്ള ഒരു ഇഷ്ടമാണ് ആ പഴംപൊരിയോടുള്ളൊരു ഇഷ്ടം കേട്ടോ. പക്ഷേ അന്നത്തെ ഒരു ടേസ്റ്റ് ഇന്നത്തെ പഴംപൊരിക്ക് കിട്ടുന്നില്ല. അന്ന് പഴംപൊരി നമ്മൾ വായിൽ വയ്ക്കുമ്പോഴേക്കും നല്ല മധുരമൊക്കെ ഉള്ള നല്ലൊരു ടേസ്റ്റ്, ഓർക്കുമ്പോൾ തന്നെ ആ ഒരു നല്ലൊരു രുചിയുണ്ട്. പക്ഷേ ഇന്നത്തെ പഴംപൊരിക്ക് അന്നത്തെ ഒരു ടേസ്റ്റ് തീരില്ല കേട്ടോ. അത് ഞാൻ എപ്പോഴും പറയുകയും ചെയ്യും. പക്ഷേ എന്നാലും പഴംപൊരിയോടുള്ള ഒരു ഇഷ്ടം മാറിയിട്ടില്ല. അപ്പോൾ ഇവിടെ ആണെങ്കിലും കുട്ടികൾക്കും ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ അവർക്കും ഇങ്ങനെ മറിഞ്ഞിട്ടൊക്കെ വരും. പക്ഷേ എനിക്ക് എന്തെന്നെ മേടിക്കുകയാണെങ്കിലും ഒരു 2 പഴംപൊരി 3 പഴംപൊരി അല്ലെങ്കിൽ ഒരു പഴംപൊരി വെച്ചിട്ട് വേറെ ഒന്ന് മേടിക്കും. എനിക്ക് പഴംപൊരിയോടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പാൽച്ചായയും കൂടിയിട്ട് അപ്പോൾ ഇനി ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കണ്ണനെ കാത്തു നിൽക്കണില്ല, കണ്ണൻ കുറച്ച് വൈകും. അപ്പോൾ വരുന്ന ടൈമിൽ കണ്ണന് പിന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും നിത്തും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ചായ കുടിക്കുന്ന പരിപാടിയാണ്. കുട്ടികൾക്ക് കൊടുക്കുന്ന കാരണം നമ്മൾ പൊടിയൊന്നും വല്ലാതെ ഇട്ടിട്ടില്ല, കടുപ്പം കുറഞ്ഞ ഒരു ലൈറ്റ് ചായയാണ്. നമ്മുടെ ചായ നന്നായി മധുരമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചായക്ക് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നല്ല മഴയൊക്കെ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളെല്ലാവരും ചായ കുടിക്കാൻ പോവുകയാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുന്നത് രാവിലത്തെയും വൈകുന്നേരത്തെയും കുക്കിങ്ങൊക്കെ കുറഞ്ഞ രീതിയിൽ കുക്കിങ്ങൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ്. എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇനി ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക്